എടി ഡയാന, എന്താടി? എനിക്ക് പേടിയാവുന്നു. കുഴപ്പാവോ? കുഴപ്പമാവും. അവര് നിന്നെ പിടിച്ചങ്ങ് വിഴുങ്ങും. ഒരു കുഴപ്പമുണ്ടാവില്ല. ഡാൻസ് ചെയ്യാനൊന്നും ഞാൻ ഇല്ലെന്ന് പറഞ്ഞതാ. ഡയാന എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയതാ. ഇവളെ നിർബന്ധിച്ചിട്ടാ ഞാനും പോയത്. ഇവൾ ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന് ഞാനും കരുതിയില്ല. മാഡം നമ്മളെവിടുന്ന് പുറത്താക്കുവോ? ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി അച്ഛൻ എന്നെ ബാക്കി വെച്ചേക്കില്ല. എനിക്ക് പേടിയാവുന്നടി. പറ്റിപ്പോയില്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? വാ നടക്ക്. അവരൊക്കെ എങ്ങോട്ടാ പോകുന്നേ? സമ്മാനം വാങ്ങാൻ. സമ്മാനം വാങ്ങാനോ? ആ, ഇന്നലെ രാത്രി ഇവിടെ ഒരു ഡാൻസ് പാർട്ടി നടന്നില്ലേ? അതിൽ പങ്കെടുത്തവർക്കെല്ലാം വാർഡൻ സമ്മാനം കൊടുക്കും. അവാർഡ്. അവാർഡോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം, നീ വാ. ഇനിയിപ്പോ ഇവിടെ എന്താ നടക്കാൻ പോകുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഗോവിന്ദേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നിങ്ങളുടെ പേടി കണ്ടാ തോന്നും ഇവർക്ക് തുള്ളാൻ പാട്ട് വെച്ചു കൊടുത്തത് നിങ്ങളാണെന്ന്. ഇവിടെ ആരെന്ത് പോക്കരത്തരം കാണിച്ചാലും സെക്യൂരിറ്റി ആണല്ലോ സമാധാനം പറയേണ്ടത്. എല്ലാവർക്കും എന്റെ മെക്കിട്ട് കയറാൻ വലിയ ഉത്സാഹ. മാഡത്തിന്റെ വായിലിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരില്ലേ? ജോലിക്ക് പോവാൻ നിനക്ക് 9 മണിക്ക് ഇറങ്ങിയ പോരെ? അതുവരെ സംസാരിച്ചോണ്ടിരിക്കുമല്ലോ. വയ്ക്കല്ലേടാ ചക്കരെ. മാഡം കാണണ്ട. കുട്ടാ, ഞാൻ പിന്നെ വിളിക്കാവേ. എന്നെ ഇവിടുന്ന് പുറത്താക്കിയ നിന്നെ ഞാൻ കൊല്ലും. പോടി. സൈലൻസ്. മാഡം എപ്പോ വരും? നിങ്ങളാണല്ലേ കഴിഞ്ഞ രാത്രി ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയത്? ചോദിച്ചത് കേട്ടില്ലേ? അതെ മാം. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിടന്ന് എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ? കുന്തം നാട്ടിയതുപോലെ നിൽക്കാതെ മറുപടി പറയ. നിങ്ങൾക്ക് കൂത്താടാനും തലകുത്തി മറിയാനും ഈ ടൗണിൽ ഇഷ്ടം പോലെ ലേഡീസ് ഹോസ്റ്റലുകളുണ്ട്. ഇവിടെ അത് നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഇവിടുത്തെ ഡിസിപ്ലിൻ ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് ഇവിടുന്ന് പോകാം. ഇപ്പൊ തന്നെ പോണോ നിങ്ങൾക്ക്?